Hi, welcome back to my channel. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പ്ലം കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം എങ്ങനെയാ ചെയ്തതെന്നൊക്കെ. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് വെള്ളമൊന്നും ചേർക്കാതെ നിങ്ങൾക്ക് പിഴിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ജ്യൂസ് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ജ്യൂസ് ഞാനിപ്പോൾ ബ്ലെൻഡ് ചെയ്തിട്ട് വെള്ളവും ചേർക്കാതെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ട്, പിന്നെ കറുത്ത മുന്തിരി ഇട്ടിട്ടുണ്ട്, പിന്നെ ചെറീസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്കൊന്ന് സോക്ക് ചെയ്ത് ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിലാട്ടോ വെക്കാറ്. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസമാണ് ഞാൻ കേക്ക് ചെയ്യാൻ പോകുന്നത്. അതിലൊരു കപ്പ് എന്താ പറയുക, നമുക്ക് ഫ്ലോർ ഇടാം, മൈദപ്പൊടി ഇടാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇടാം. അതിലേക്ക് നമുക്ക് ഗ്രാമ്പു പൊടിച്ചത് കിട്ടും, അതും കൂടെ നമ്മൾ 1 ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. അത് മാത്രമേ ഇടുന്നുള്ളൂ സ്പൈസസ് ആയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ട ഇടാം, ജാതിക്ക, അങ്ങനത്തെ കുറേ 3 ഐറ്റംസും ഇടാം കേട്ടോ. ഞാൻ ഈ ഒരു ഫ്ലേവർ തന്നെയാണ് ഇടുന്നത്. ഈ ഒരു ഫ്ലേവർ തന്നെ നമുക്ക് മതി, അല്ലെങ്കിൽ ഭയങ്കര ഈ ഒരു സ്പൈസസിൻ്റെ കുത്തൽ വരും. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിത് അരിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. നമ്മളിത് ഇത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഗ്രാമ്പു പൊടിച്ചത് 1 ടീസ്പൂൺ കേട്ടോ. വെറുതെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കാരമൽ ചെയ്യണം, അതായത് നമുക്ക് പഞ്ചസാര കരിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് നമ്മൾ നല്ല അടികട്ടിയുള്ള അലുമിനിയം എന്താ പറയുക പാത്രത്തിലിട്ടിട്ട് നല്ല രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കുക. മെൽറ്റ് ചെയ്തിട്ട് നല്ലൊരു ബ്രൗൺ കളറ്, കരിഞ്ഞു പോകാൻ പാടില്ല, എന്നാലും നല്ലൊരു കളറ് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. കരിച്ചെടുക്കരുത്. കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഈ ഒരു കളറാക്കി എടുക്കുക. അത്യാവശ്യം നല്ല കളർ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രാമ്പു പൊടിച്ചത് 1 ഒക്കെ മതി. ഓക്കെ, ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി കേട്ടോ. അധികം കുത്തൽ വരും, അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് വരും. അതിലേക്ക് 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അന്നേരം ഒരു കട്ട പിടിക്കലൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അത് നല്ല രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കാൻ നോക്കുക. എന്നിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ പറയുക, ഒരു 1/2 കപ്പ് ആകുന്നതുവരെ നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ. 1 കപ്പ് ചൂട് വെള്ളമാണ് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്, 1/2 കപ്പ് പഞ്ചസാരയും. അപ്പോൾ അത് തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ 2 എഗ്ഗ് എടുക്കുക. അതിലേക്ക് നമുക്ക് എന്താ പറയുക, 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്കെല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലാട്ടോ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കാരമൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രയാസം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ഷമയോടെ നിന്ന് ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത്, ഒരുപാടൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ കയ്യിൽ വിസ്കോ സ്പൂണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ബീറ്റർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് കാരമൽ, അതായത് പഞ്ചസാര നമ്മൾ കരിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ കാരമൽ സോസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു കാരമലാണ്. അതും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് വിസ്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ ചെയ്താൽ മതി. ഇതിന് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല കളർ വന്നിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം ഞാൻ ബീറ്റർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. നിങ്ങളെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് 1/4 കപ്പ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ പീലൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. അതൊന്ന് ജസ്റ്റ് 1 ടീസ്പൂണൊക്കെ മതി കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനങ്ങനെ സോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ, സ്ഥലം ഒന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള എന്താ പറയുക, ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ 1/2 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പിൻ്റെ പാത്രമാണത്, അതുകൊണ്ട് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് കുറച്ചൊരു ഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, ഒന്ന് കട്ട പിടിച്ച് പോകാണ്ടിരിക്കാനാണ്. നമ്മളിത് ബേക്ക് ചെയ്ത് വരുമ്പോൾ എല്ലാം അടിയിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് നമ്മൾ ഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോറും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ കുറച്ച് നട്ട്സ് ഇടുന്നുണ്ട്. നട്ട്സ് ഞാൻ സോക്ക് ചെയ്യുമ്പോൾ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏത് നട്ട്സ് വേണമെങ്കിലും ഇടാം. ഞാനിവിടെ ആൽമണ്ട്സും കേഷ്യൂ നട്ട്സും ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഇടാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും കറുത്ത മുന്തിരി വെച്ചിട്ട് ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാം. വെറും കറുത്ത മുന്തിരി മാത്രം എടുത്താൽ മതി. ചെറീസും മാത്രം എടുക്കുക, ട്യൂട്ടി ഫ്രൂട്ടി എടുക്കുക, അങ്ങനെ മാത്രം എടുക്കുക. ചിലവ് ചുരുങ്ങിയ രീതിയിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇത് നമ്മൾ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം നമ്മൾ നട്ട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നട്ട്സ് ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ചെറീസും പിന്നെ കറുത്ത മുന്തിരിയും മാത്രം ഇട്ടിട്ടുണ്ടാക്കിയാലും മതി കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളിത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കണം. 180 ഡിഗ്രിയിൽ 1 ഹവറാണ് എനിക്ക് ഓവനിൽ ബേക്ക് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റൗ ടോപ്പിൽ ഒരു പാത്രം വെച്ചിട്ട് അത് ചൂടാക്കിയതിന് ശേഷം നല്ല രീതിയിൽ 10 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം 1 ഹവർ നമുക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അടിപൊളിയായിട്ട് വരും. ഓവനും എന്താ പറയുക, ഓവന് വേണമെന്ന് നിർബന്ധമേ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബേക്കിംഗ് ട്രേ ആയിപ്പോയി ഞാൻ വാങ്ങിയത്. കുറച്ചൊരു എന്താ പറയുക, നല്ല ബൗള് പോലത്തതായിരുന്നു നല്ലത്. എങ്കിലും നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടുമായിരുന്നു. അപ്പോൾ ഞാനിത് വാങ്ങുമ്പോൾ എൻ്റെ അടുത്ത് വാങ്ങിപ്പോയി ശ്രദ്ധിച്ചില്ല, അതാണ് പറ്റിയത്. പക്ഷേ നമുക്ക് 500 ഗ്രാം ആയിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ചെറിയ ക്വാണ്ടിറ്റി ചെയ്തെടുക്കാം. നമുക്കിതിങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. 500 ഗ്രാമൊക്കെ വാങ്ങാൻ പറ്റുന്ന ആൾക്കാർക്ക് അങ്ങനെയും കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ കപ്പിൽ പ്ലം കേക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ, പിന്നെ ഇങ്ങനെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക്. പക്ഷേ ബേക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, എല്ലാം താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് ബേക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് ഒന്ന് ഓവൻ തുറന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റൗ ടോപ്പ് തുറന്നിട്ടോ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയിൽ വന്നിട്ടുണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ആൽമണ്ടൊക്കെ വെച്ചൊന്ന് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലം കേക്ക്. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇവിടെ എല്ലാവരും അപ്പം തന്നെ ആ ചൂടോടെ തന്നെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം തന്നെ കഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിറ്റേ ദിവസമായിരിക്കും. അപ്പോൾ അത് അങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ. ആ ഒരു പ്ലം കേക്ക് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഒരു 24 hours നമ്മളത് നല്ലോണം തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. നല്ല ചായ കോഫി അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ആ സമയത്താണ്, ചൂടെന്ന് പറഞ്ഞാൽ ഓവർ ചൂടല്ല, എന്നാലും അത്യാവശ്യം ചൂടുള്ള സമയത്താണ് ഞാൻ ഇത് കട്ട് ചെയ്യുന്നത്. എനിക്ക് പ്ലം കേക്ക് ചൂടോടെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം പിറ്റേ ദിവസമാണ്. അങ്ങനെ വെച്ചിട്ടുണ്ട്, ഒന്നിതാ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയായിട്ട് വരും. ഇതുവരെ ചെയ്യാത്തവരാണെങ്കിലും ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ഉള്ള പാത്രത്തിൽ ഒഴിച്ചാൽ മതി. നിങ്ങളുടെ കപ്പിലോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സിലൊക്കെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതും സ്റ്റൗ ടോപ്പിൽ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.